ഹായ് കൂട്ടുകാരെ, എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ റേഷ്യോ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള റേഷ്യോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള കുറച്ചും കൂടി മാറ്റം വരുന്ന റേഷ്യോ, അതായത് ചേഞ്ചിങ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 139 ഭാഗമാണ് ടീച്ചർ ഇന്നിവിടെ പറയുന്നത്. മാറുന്ന അംശബന്ധം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, രണ്ട് ബന്ധങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനാണ് റേഷ്യോ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ റിലേഷനില് ചില സന്ദർഭങ്ങളിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന റേഷ്യോ, പുതിയ റേഷ്യോ നമുക്ക് തരും, ആ മാറ്റവും നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അളവ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ വേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഒരു റേഷ്യോ തന്നു, അതേപോലെ അതിലത്തെ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ അതിലത്തെ ഒരു കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് തന്നു. അത് വെച്ചിട്ട് നമ്മൾ ആ റേഷ്യോ വെച്ചിട്ട് യഥാർത്ഥത്തിലുള്ള വില നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾക്ക് കാണാൻ പോകുന്ന കാര്യങ്ങള്, ഒരേ സംഭവത്തിൽ രണ്ട് സന്ദർഭത്തിൽ വരുന്ന വ്യത്യസ്ത റേഷ്യോസ് നമുക്ക് തരികയാണ്. അതായത് ആദ്യത്തെ ബന്ധത്തിൽ മാറ്റം വരികയാണ്, മറ്റൊരു സന്ദർഭത്തിൽ അങ്ങനെ മാറ്റം വരുന്ന അളവുകളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന അളവുകളോ അല്ലെങ്കിൽ മാറ്റം വന്ന അളവുകളോ നമ്മൾ കണ്ടുപിടിക്കണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പേജ് നമ്പർ 139 140 രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ടീച്ചറുടെ ഈ വീഡിയോസും ടീച്ചർ ചെയ്തു തരുന്ന കണക്കുകളും ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് ടെക്സ്റ്റിൽ അതിൻ്റെ ആൻസർ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ടീച്ചർ അത് വീഡിയോയിൽ ചെയ്യുന്നില്ല. നമുക്ക് പേജ് നമ്പർ 141 ഇതുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങളുണ്ട്. ഈ 6 ചോദ്യങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോവുകയാണ്. ഈ 6 ചോദ്യങ്ങളിൽ നിങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ടീച്ചറുടെ കൂടെ വായിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കാം. ആസിഡ് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 4:3 ടു മേക്ക് എ ലിക്വിഡ്. നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ നമ്മൾ റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് പല പരീക്ഷണങ്ങളും നമ്മൾ ചെയ്യുക. അപ്പൊ അവിടെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ആസിഡും വെള്ളവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നു. ഏത് റേഷ്യോയിലാണ്? 4:3. അതായത് ആസിഡ് 3 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ എടുക്കുകയാണെങ്കിൽ വെള്ളം എത്ര ലിറ്റർ ചേർക്കണം? അതിൽ 3 ലിറ്റർ ചേർക്കണം. എന്നിട്ട് എന്ത് ചെയ്തു? അതാണ് അതിന്റെ ബേസിക് റേഷ്യോ. അത് മനസ്സിലാക്കുക. പിന്നീട് അവർ മാറ്റം വരുത്തുന്നു. എന്താണ് മാറ്റം? ഓൺ ആഡിങ് 10 more liters of acid, the ratio changed to 3:1. ആ എടുത്തു വെച്ചതിലേക്ക് ചെറിയൊരു മാറ്റം വരുത്തുന്നു. എന്താണ്? 10 ലിറ്റർ ആസിഡ് കൂടി ചേർക്കുന്നു. അപ്പൊ ചേർത്ത ആസിഡിന്റെ അളവ് അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആദ്യം എടുത്ത ആസിഡിന്റെ അളവ് തന്നിട്ടില്ലെങ്കിലും അതിലേക്ക് കൂട്ടിച്ചേർത്ത ആസിഡിന്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് തന്നിരിക്കുന്നു. എത്രയാണ്? 10 ലിറ്റർ ആണ്. ദ റേഷ്യോ ചേഞ്ച്ഡ് ടു 3:1. അതായത് അവിടെ വെള്ളം കൂട്ടിയിട്ടില്ല, വെള്ളത്തിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്തിനു മാത്രമാണ് മാറ്റം വരുത്തിയത്? ആസിഡിന്റെ അളവ് മാത്രം മാറ്റിയപ്പോൾ മുകളിലുള്ള റേഷ്യോ 4:3 എന്നുള്ളത് എന്തായിട്ട് മാറി? 3:1 ആയിട്ട് മാറി. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ഡസ് ദ ലിക്വിഡ് കണ്ടെയ്ൻ നൗ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ പാത്രത്തിലുള്ള ആസിഡിന്റെയും വെള്ളത്തിന്റെയും അളവാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ ഞാൻ അതിന്റെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ആസിഡിനെ ഞാൻ എ എന്നും വാട്ടറിനെ W എന്നും നോക്കിയപ്പോൾ ആസിഡിന്റെയും വാട്ടറും ആദ്യം എടുത്ത റേഷ്യോ എന്താണ്? 4:3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 4 ലിറ്റർ ആസിഡ് ഉണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം. അതിലേക്ക് 10 more acid is added. 10 ലിറ്റർ ആസിഡ് കൂടി ചേർന്നു. അപ്പൊ റേഷ്യോ എത്രയായിട്ട് വന്നു? 3:1 ആയിട്ട് മാറി. എങ്കിൽ ഇപ്പോഴുള്ള അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്, ഈ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ആസിഡിന്റെ അളവ് എഴുതാം. ആദ്യം എടുത്തിട്ടുള്ള ആസിഡിന്റെ അളവ് എന്ന് പറയുന്നത് 4നെ ഒരു നിശ്ചിത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ നിശ്ചിത നമ്പർ അറിയാത്തത് കൊണ്ട് നമ്മൾ x എടുക്കുന്നു. അപ്പോൾ എത്ര ആസിഡ് ഉണ്ട്? 4x ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നു.
അങ്ങനെയാണെങ്കിൽ വാട്ടറിന്റെ അളവ് എത്രയുണ്ടാകും എന്നൊന്ന് പറയൂ. എത്രയാണ്? 3x = 3x ലിറ്റർ വാട്ടർ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം 4x ലിറ്റർ ആസിഡും 3x ലിറ്റർ എന്തെടുത്തു? വെള്ളവും എടുത്തു. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. ആ പാത്രത്തിലാണ് ഇനി വ്യത്യാസം വരുത്തുന്നത്. എന്ത് ചെയ്തു? അതിനകത്തേക്ക് 10 ലിറ്റർ ആസിഡും കൂടി ചേർത്തു. അപ്പോഴാണെങ്കിൽ എമൗണ്ട് ഓഫ് ആസിഡ് നൗ, ഇപ്പോഴുള്ള ആസിഡിന്റെ അളവ് എത്രയാണ്? ആദ്യം 4x ലിറ്റർ ഉണ്ടായിരുന്നു, അതിനോട് 10 ലിറ്റർ ആഡ് ചെയ്തു അല്ലെങ്കിൽ അതിലേക്ക് ഒഴിച്ചു എന്നുള്ളതിനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എഴുതിയാൽ we have to write 4x + 10. 4xനോട് 10 കൂട്ടുക എന്നതിനെ നമുക്ക് 4x + 10 എന്ന് എഴുതാം. അതേസമയം അവിടെ വെള്ളത്തിന്റെ അളവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ വെള്ളത്തിന്റെ അളവ് എത്രയാണ്? ഇപ്പോഴുള്ള വെള്ളത്തിന്റെ അളവ് എത്രയാണ്? അതായത് ഇവിടെ ചേഞ്ചിങ് റേഷ്യോ എന്നുള്ള ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന്റെ ആസിഡിന്റെ അളവാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, വെള്ളത്തിന്റെ അളവ് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ വാട്ടറിന്റെ അളവ് എന്ത് തന്നെ? 3x തന്നെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ആസിഡിന്റെ അളവ് ഇതും വെള്ളത്തിന്റെ അളവ് ഇതുമാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് റേഷ്യോ എഴുതാലോ. പറഞ്ഞു നോക്കൂ. 4x + 10 ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതണം = 3x. ഇതാണല്ലോ ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ വരിക. ഈ റേഷ്യോ എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്? 3:1 ഈക്വൽ ആണ്. അതായത് റേഷ്യോ 4:3 നിന്ന് 3:1 മാറി. അപ്പോൾ നോക്കൂ, ഈ രണ്ട് റേഷ്യോസ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് റേഷ്യോസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈക്വലായ ഈ സംഭവം വെച്ചിട്ട് നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കണം. കഴിഞ്ഞ കണക്കുകളിലൊക്കെ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നമുക്ക് റേഷ്യോ അല്ല നമ്മൾ ഇക്വേറ്റ് ചെയ്തിരുന്നത്, ഒരു കൃത്യമായ അളവ് നമുക്ക് തന്നിരുന്നു. അപ്പൊ രണ്ട് പുറത്തും ഇക്വേഷൻ നമുക്ക് നേരിട്ട് കിട്ടിയിരുന്നു. അപ്പൊ കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് നമ്മൾ കയറുന്നു. ഈ റേഷ്യോയെ നമ്മൾ എന്തായിട്ട് മാറ്റണം? ഇക്വേഷൻ ആക്കി മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തരുന്നു. A:B എന്ന് പറഞ്ഞ റേഷ്യോയും C:D എന്ന് പറഞ്ഞ റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ ഈ റേഷ്യോനെ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ A/B എന്നും ഇതിനെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? C/D എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AD സമം എന്ത് എന്ന് കിട്ടും? BC എന്ന് കിട്ടും. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ആ രണ്ട് വിലകളും ഈക്വൽ ആണെന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ കണക്കിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം, വളരെ പെട്ടെന്ന് ചെയ്യാം. ഈ റേഷ്യോയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ റേഷ്യോവിലത്തെ ഫസ്റ്റ് വാല്യൂവും രണ്ടാമത്തെ റേഷ്യോവിലത്തെ അവസാനത്തെ വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു AD. അതും ആദ്യത്തെ റേഷ്യോയിലെ രണ്ടാമത്തെ വാല്യൂവും രണ്ടാമത്തെ റേഷ്യോയിലത്തെ ഫസ്റ്റ് വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇത് നമ്മൾ വർക്കിംഗ് കോളത്തിൽ നമ്മൾ എഴുതി വെച്ച് നമ്മൾ പഠിക്കണം. ഒരു 2-3 കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു ആശയം വരും. അപ്പൊ നമുക്ക് നോക്കാം. ഇതിലത്തെ ആദ്യത്തെ വാല്യൂ 4x + 10 ആണ്. അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3xനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെയാണ് 1 × 4x + 10 = 4x + 10 = 3 × 3x എന്ന് കിട്ടും. നോക്കൂ, റേഷ്യോ മാറി, ഇത് എന്തിലേക്ക് മാറി? ഇക്വേഷൻ ആയിട്ട് മാറി. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ 3 × 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര x ആണ്? 9x ആണ്. അപ്പൊ ഇടത് ഭാഗത്ത് 4x + 10 വലത് ഭാഗത്ത് 9x. വീണ്ടും ഇക്വേഷൻ എന്ന് പറഞ്ഞ പാഠഭാഗം എല്ലാവരും ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയും x, ഇവിടെയും x. കോഎഫിഷ്യന്റ് അഥവാ ഗുണകം നോക്കുമ്പോൾ ഈ 9 ആണ് 4നേക്കാൾ വലുത്. അപ്പൊ 9നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇത് മൈനസ് ആയിരിക്കും ഇവിടെ കിട്ടുക. നമുക്ക് അതിനേക്കാൾ നല്ലത് 4xനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെയുള്ള 10 അതേപോലെ എഴുതി 9xന്റെ അടുത്തേക്ക് ഇത് 0 + 4x ആണ്. അങ്ങോട്ട് പോകുമ്പോൾ -4x ആകും. 10 = 9x 4x കുറച്ചാൽ 5x.
അപ്പോൾ എക്സിന്റെ വില കാണാൻ ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 10/5. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്ത് വരും. അപ്പോൾ 2 = x എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വില നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഈ എക്സിന്റെ വില 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ആസിഡിന്റെയും വാട്ടറിന്റെയും ലെവൽ എപ്പോൾ ഉള്ളത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഉള്ളത് കണ്ടുപിടിക്കാൻ നോക്കൂ. ഈ 4x + 10 എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്തു നോക്കൂ. 4 2 8. 8 + 10 = 18 ലിറ്റർ എന്ന് കിട്ടുന്നു. ഇവിടെ 3 × 2 കൊടുത്താൽ 3 2 6 ലിറ്റർ എന്നും കിട്ടും. അപ്പൊ പഴയ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? ഇവിടെ 6 ലിറ്റർ തന്നെ, ഇവിടെ 10 ലിറ്റർ ആണ് കൂട്ടിയത്. അപ്പൊ ഇവിടെ എത്ര ലിറ്റർ ആണ്? 8 ലിറ്റർ ആണ് കൂടിയത്. നോക്കൂ, 8:6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4:3 റേഷ്യോ ശരിയേ. അതേപോലെ 18ഉം 6ഉം 18ഉം 6ഉം എന്ന് പറയുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോറി, 6ന്റെ മൾട്ടിപ്പിൾ. 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഏറ്റവും വലിയ നമ്പർ എടുക്കുമ്പോൾ 6 എടുക്കാം. അപ്പൊ 3 6 18, 1 6 6 3:1 എത്തി. അപ്പൊ ഇതാണ് ചേഞ്ചിങ് റേഷ്യോ എന്ന് പറഞ്ഞ ആശയം. അതായത് ആദ്യം ഉണ്ടായിരുന്ന നിലയിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ റേഷ്യോയും മാറും എന്നുള്ള ഒരു ആശയം നമ്മൾ മനസ്സിലാക്കുക. ആ മാറിയ റേഷ്യോ വെച്ച് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന അളവും ഇപ്പൊ ഉണ്ടായിരുന്ന അളവും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആ റേഷ്യോസ് എങ്ങനെയാണ് ഈക്വൽ ആകുമ്പോൾ എങ്ങനെയാണ് അവ ബന്ധപ്പെടുത്തുക എന്നുള്ള ഈ ഒരു കാര്യം പഠിക്കാനാണ് ഇങ്ങനത്തെ ഒരു ആശയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതേപോലത്തെ 5 കണക്കുകളും കൂടെ ഉണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിലായിട്ട് പഠിക്കാം. ഓക്കെ.